അല്ല, ഞങ്ങളിപ്പോൾ രാജീവിനെ ഒന്ന് കാണണം. അദ്ദേഹം അവിടെ നടത്തിയ ജാമ്യ കാര്യത്തിനൊക്കെ ഇടപെട്ടതിനൊക്കെ ഒരു നന്ദി പറയണം. അതിനുവേണ്ടി അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ആശങ്ക രാജീവ്ജിയായിട്ട് ഞങ്ങൾ പങ്കുവച്ചു. കാരണം ഇനിയുള്ള കേസിന്റെ കാര്യങ്ങളും ഞങ്ങളുടെ ടെൻഷനും എല്ലാം അദ്ദേഹമായിട്ടൊന്ന് പങ്കുവച്ചു. അദ്ദേഹത്തിനെ ഒന്ന് കാണണം. ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് നന്ദി പറയണം. അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത്. അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന് ഞങ്ങളുടെ എല്ലാ ആശങ്കകളും അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിട്ടുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് പ്രത്യേകിച്ച് കാണാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ആ നന്ദി അദ്ദേഹത്തെ അറിയിച്ചു. ഇനിയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്കുള്ള ആശങ്കയും അദ്ദേഹത്തെ അറിയിച്ചു. അല്ല, കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഞങ്ങളോടൊപ്പമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്. സന്തോഷം. അവരെ ഒരുമിച്ചാണ് ഞാൻ വന്നത്. കാരണം ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ 5-6 ദിവസം ജയിലായിരുന്ന സമയത്തൊക്കെ ഞാനിവിടെ ഉണ്ട്. ആരൊക്കെ ഇതിനു വേണ്ടി പരിശ്രമിച്ചു, ജാമ്യത്തിന് വേണ്ടി പരിശ്രമിച്ചു എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അവരോടൊക്കെ ഒന്ന് നന്ദി പറയണം. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഈ ജയിൽ മോചനം ഒരു താൽക്കാലിക ആശ്വാസമാണെങ്കിലും അതിൽ കൃത്യമായ ഒരു ആശ്വാസം എന്നുള്ളത് ഈ കേസ് റദ്ദാക്കുക എന്നുള്ളതാണ്. തീർച്ചയായും അത് ആ കാര്യം കൂടി ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു. ആ ഒരു പ്രശ്നം കൂടി ഞങ്ങൾ അദ്ദേഹത്തെ സംസാരിച്ചു. അദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ, ഒരു കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് അദ്ദേഹത്തിന് അതിനൊരു വ്യക്തമായി അങ്ങനെ പറയാൻ സാധിക്കില്ല. എന്നാലും ഞങ്ങളുടെ ടെൻഷനും ആശങ്കയും അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. ആ ആശങ്കയും കൂടി പറയാൻ കരുതിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ആശങ്ക പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലാകാനത് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി. എല്ലാം വ്യക്തമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ് ഞങ്ങൾക്കൊരു സന്തോഷം. തീർച്ചയായിട്ടും അവരുടെ ഈ ജയിൽ മോചനം തുടർന്നുള്ള കേസുകളൊക്കെ റദ്ദ് ചെയ്യാനൊക്കെ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ല, നമ്മളിപ്പോൾ നടക്കുന്ന കാര്യം, ഇപ്പം സംഭവിച്ച കാര്യങ്ങൾ, നമ്മളത് കഴിഞ്ഞിട്ട് എന്ത് നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. അതങ്ങനെ സംഭവിച്ചു. പക്ഷേ അവിടെ നിന്ന് തുടർന്ന് എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. ബിജെപി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. അതിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. ഇപ്പൊ ഏത് തരത്തിലുള്ള ഒരു ഉറപ്പ് തന്നു എന്നാണ് പറയുന്നത്? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചെങ്കിൽ പിന്നീട് അതിന്റെ തുടർ നടപടികൾക്ക് നമ്മളോട് കൂടെ ഉണ്ട് അദ്ദേഹം. കാരണം അതങ്ങനെ സംഭവിച്ചായിരിക്കാം. അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് ഞാൻ പറഞ്ഞത്.